ഏവർക്കും സുപ്രഭാതം. ചില ദിവസങ്ങൾക്ക് മുമ്പ് തിരക്കേറിയ വീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. നടു റോഡിലൂടെ ആരെയും ശ്രദ്ധിക്കാതെ, വാഹനം ശ്രദ്ധിക്കാതെ, ഹോണടിക്കുന്ന വാഹനത്തിൻ്റെ ശബ്ദം ശ്രദ്ധിക്കാതെ നടു റോഡിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ. അദ്ദേഹം ഏറ്റവും യോഗ്യനും മാന്യനുമായ ഒരു വ്യക്തിത്വമാണ് എന്ന് മനസ്സിലായി. എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ നടക്കുന്നു? അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, അദ്ദേഹത്തിൻ്റെ ചിന്ത മറ്റെവിടെയോ ആണ്. അദ്ദേഹം വളരെ ഗഹനമായി ഏതോ ഒരു വിഷയം ചിന്തിച്ചുകൊണ്ട് പോവുകയാണ്. വളരെ അസ്വസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ മാനസികമായ നില വളരെ വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊന്നും ചിന്തിക്കുവാനോ ശ്രദ്ധിക്കുവാനോ കഴിയാതെ സ്വയമായിട്ട് ഉള്ള കാര്യത്തെ ഓർത്ത് ആവലാതിപ്പെട്ട് നൊന്ത് തേങ്ങി മുന്നോട്ട് പോകുന്ന നിരവധി ആളുകൾ. അതേ പ്രിയപ്പെട്ടവരെ, ജീവിതം ദുർഘടമായിട്ട് മുന്നോട്ട് നയിക്കുന്ന നിരവധി ആളുകളുണ്ട്. എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നുവെന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നാം നോവ് കെട്ടിയിരിക്കുമ്പോൾ, നാം വേദനപ്പെടുമ്പോൾ നമ്മുടെ പാതകളെ അറിഞ്ഞ് നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഒരാത്മനാഥൻ നമുക്കുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. അതനുഭവിക്കുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? താങ്കളെയും കരം പിടിച്ച് നടത്തുവാൻ ഒരു നല്ല ആത്മനാഥനുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് പകലിൽ ആ കരം നിങ്ങൾക്ക് ചേർത്ത് പിടിക്കുവാൻ കഴിയുമോ? ഈ ആത്മനാഥനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് സ്വീകരിപ്പാൻ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങളുടെ വഴി ശുഭകരമാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.